കർത്താവായ ദൈവമേ, ഞങ്ങളുടെ അനുദിന ജീവിതത്തിലും തിരുവചനങ്ങളിലൂടെ ഞങ്ങളെ നയിക്കുകയും ഞങ്ങൾക്ക് പ്രചോദനം നൽകുകയും നേരായ വഴി കാണിച്ചു തരികയും ചെയ്യുന്ന നല്ല ദൈവമേ, ഇന്നേ ദിവസം തിരുവചനങ്ങളിലൂടെ അങ്ങ് ഞങ്ങളോട് പറയുന്ന കാര്യങ്ങൾ കേൾക്കുക മാത്രം ചെയ്യാതെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനായിട്ട് അങ്ങ് ഞങ്ങളെ ഓരോരുത്തരെയും അങ്ങയുടെ പരിശുദ്ധാത്മാവിനാൽ പ്രചോദിപ്പിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 15-ാം അധ്യായം, ധൂർത്തപുത്രൻ്റെ ഉപമ. ക്രിസ്ത്യാനികളായ നമുക്ക് പള്ളിയിൽ ചെറുപ്പം മുതൽ പോയി ബൈബിൾ ക്വിസുകൾ എഴുതി ബൈബിൾ ഉപന്യാസങ്ങളൊക്കെ എഴുതി ശീലിച്ചിട്ടുള്ളവരും പരിചയമുള്ളവരുമാണ് നമ്മൾ. ഈ ധൂർത്തപുത്രൻ്റെ ഉപമ എന്ന് പറയുമ്പോഴേക്കും നമുക്ക് എല്ലാവർക്കും അറിയാം, ആദ്യം തുടങ്ങി അവസാനം വരെ ഇതൊരു കഥയാണ്, അല്ലെങ്കിൽ ഇതെന്താണ് സംഭവിക്കാൻ പോകുന്നതെന്നൊക്കെ നമുക്ക് വ്യക്തമായിട്ട് അറിയാം. അതുകൊണ്ട് തന്നെ പലപ്പോഴും നമ്മൾ ഈ വചനങ്ങൾ കേൾക്കുമ്പോൾ അതിങ്ങനെ അങ്ങോട്ട് കേട്ട് മാത്രം പോവുകയാണ്. ചിലപ്പോഴൊക്കെ ഞാൻ വിചാരിക്കാറുണ്ട്, ഈശോ ബൈബിളിൽ 1-2 പ്രാവശ്യം പറയുന്നുണ്ട്, കേൾക്കാൻ ചെവിയുള്ളവൻ കേൾക്കട്ടെ എന്ന്. പലപ്പോഴും ഞാൻ ഈ വചനത്തെപ്പറ്റി ചിന്തിക്കാറുണ്ട്. ആ ഇരിക്കുന്നവരിൽ ആരെങ്കിലും ചെവിയില്ലാത്തവരുണ്ടോ? ഉണ്ടായിരുന്നെങ്കിൽ ഈശോ തൊട്ട് സുഖപ്പെടുത്തുമായിരുന്നു. എല്ലാം കേൾക്കാൻ കഴിവുള്ളവരാണ് അവിടെ ഇരിക്കുക. പക്ഷേ ഈശോ പറയുക, കേൾക്കാൻ ചെവിയുള്ളവൻ കേൾക്കട്ടെ എന്ന് വെച്ചാലും കേൾക്കാൻ മനസ്സുള്ളവൻ കേൾക്കട്ടെ, കേൾക്കാൻ ആഗ്രഹിക്കുന്നവൻ കേൾക്കട്ടെ. ഇന്നേ ദിവസം ഈ തിരുവചനത്തിലൂടെ ദൈവം നമ്മുടെ കാതുകളെ തുറക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ഈ തിരുവചന ഭാഗം ഒന്നുകൂടി ധ്യാനിക്കാം. ഇന്ന് ഞാൻ പറയാനായിട്ട് പോകുന്നത് ഈ ഇളയ മകനെ പറ്റിയാണ്. ധൂർത്തപുത്രൻ്റെ ഉപമ എന്ന് പറയുമ്പോഴേക്കും നമ്മുടെ എല്ലാവരുടെയും മനസ്സിൽ വരുന്നത് ഇളയ മകൻ, അവനാണ് ധൂർത്തപുത്രൻ. എന്നെ സംബന്ധിച്ചിടത്തോളം ഈ ധൂർത്തപുത്രൻ നല്ലൊരു എക്സാമ്പിളാണ് നമ്മുടെ ജീവിതത്തിൽ. ഈ ധൂർത്തപുത്രനിൽ നിന്നും നമുക്ക് പഠിക്കാനുണ്ട്. പിതാവിൽ നിന്നും തൻ്റെ ഓഹരി സ്വീകരിച്ച് അവൻ ദൂരദേശത്തേക്ക് പോയി. ഈ ദൂരദേശത്തേക്ക് പോയി എന്ന അതിൻ്റെ അർത്ഥം ആ പിതാവിൻ്റെ സന്നിധിയിൽ നിന്നും അവൻ അകന്നുപോയി. പിതാവിൻ്റെ സന്നിധിയിൽ നിന്നും അവൻ അകന്നു പോയപ്പോൾ എവിടേക്കാണോ അവൻ പോയത് അവിടെയെല്ലാം നഷ്ടങ്ങളാണ് അവനുണ്ടാകുക. ബൈബിളിൽ പറയാം, എല്ലാം ചെലവഴിച്ചു കഴിഞ്ഞപ്പോൾ ആ ദേശത്തൊരു കഠിനക്ഷാമമുണ്ടായി. ഒരുപക്ഷെ ആ ധൂർത്തപുത്രൻ അവിടെ എത്തിയില്ലായിരുന്നെങ്കിൽ ചിലപ്പോൾ ക്ഷാമം ഉണ്ടാവില്ലായിരിക്കും, അറിയില്ല. എവിടെയെല്ലാമാണോ പിതാവിൻ്റെ സന്നിധിയിൽ നിന്നും അവൻ പോയത് അവന് എല്ലാം നഷ്ടങ്ങളാണ് ഉണ്ടാകുക. ഇത് നമുക്കൊരു മാതൃകയാണ്, നമുക്ക് പഠിക്കാനുണ്ട് ഇവിടെ നിന്ന്. ഞാൻ എൻ്റെ പിതാവിൻ്റെ സന്നിധിയിൽ നിന്നും, സ്വർഗസ്വനായ പിതാവിൻ്റെ സന്നിധിയിൽ നിന്നും അകന്നു പോകുമ്പോൾ എൻ്റെ കയ്യിൽ എന്തെങ്കിലും ഉണ്ടായി, ഞാൻ സ്വന്തമായിട്ട് എന്തെങ്കിലും ഉണ്ടാക്കി, അല്ലെങ്കിൽ എൻ്റെ ഓഹരി ഞാൻ മേടിച്ചിട്ട് പോകുമ്പോൾ ആ ധൂർത്തപുത്ര ഇളയ മകൻ വിചാരിക്കുക, അവന് സ്വാതന്ത്ര്യം കിട്ടി, അവനിനി എന്ത് വേണമെങ്കിലും ചെയ്യാം, അവൻ ഇനി പിതാവിൻ്റെ കീഴിലല്ലാതെ സ്വന്തമായിട്ട് എന്തെങ്കിലും ചെയ്യാം എന്നൊരു പ്രതീക്ഷയിലാണ് അവൻ പോവുക. പക്ഷെ അവന് സംഭവിക്കുക എല്ലാം നഷ്ടപ്പെടുകയാണ്. പിതാവിൻ്റെ സന്നിധിയിൽ നിന്നും നമ്മളും അകന്നു പോകുമ്പോൾ നമുക്ക് നഷ്ടങ്ങളാണ് സംഭവിക്കുക. എന്നാൽ ഞാൻ പറഞ്ഞു കഴിഞ്ഞു, നമുക്ക് ഈ ധൂർത്തപുത്രനിൽ നിന്നും ഒത്തിരി പഠിക്കാനുണ്ട്. അവന് സുബോധമുണ്ടായി. പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ പറ്റുന്നത് നമുക്ക് ഈ സുബോധം ഉണ്ടാകുന്നില്ല. എവിടെയാണോ തെറ്റുപറ്റിയത് അവിടെ കിടക്കുകയാണ് നമ്മൾ. അവിടെ നിന്ന് എഴുന്നേൽക്കാനുള്ളൊരു സുബോധം നമുക്കുണ്ടാകുന്നില്ല. ചില സമയത്തേക്ക് പലരിൽ നിന്ന് ഞാൻ കേട്ടിട്ടുണ്ട്, ഞാൻ ചെയ്യുന്നത് തെറ്റാണെന്ന് എനിക്കറിയാം, ഇങ്ങനെയല്ല ജീവിക്കേണ്ടതെന്ന് എനിക്കറിയാം. ഞാൻ ഉക്രൈനിലാണ് കുറേ വർഷങ്ങളായിട്ട്. അപ്പോൾ അവിടെ എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ആയിട്ട് വരുമ്പോൾ അവരോട് സംസാരിക്കുമ്പോൾ അവർ പറയുന്നൊരു കാര്യമാണ്, ഇതൊന്നും ശരിയല്ലെന്ന് എനിക്കറിയാം. ഇപ്പോൾ നമ്മുടെ കുടുംബജീവിതത്തിലേക്ക് നോക്കുകയാണെങ്കിൽ ഈ മദ്യം കഴിക്കുന്നവർ, അല്ലെങ്കിൽ മയക്കുമരുന്ന് കഴിക്കുന്നവർ, അല്ലെങ്കിൽ കുടുംബ പ്രശ്നങ്ങളുള്ളവരോട് ചോദിക്കുകയാണെങ്കിൽ അവരും പറയും,
ഇതൊന്നും ശരിയല്ലെന്ന് എനിക്കറിയാം, ഞാൻ ചെയ്യുന്നത് ശരിയല്ല എന്ന് എനിക്കറിയാം, ഈ മദ്യമൊക്കെ കുടിക്കുന്നത് ശരിയല്ല എന്ന് എനിക്കറിയാം. പക്ഷേ ഈ മകനുണ്ടാകുന്നത് സുബോധമാണ്. നമുക്കൊക്കെ ഉണ്ടാവേണ്ടത് ഈ സുബോധമാണ്. ഈ സുബോധം ഉണ്ടായാൽ അവിടെ നിന്ന് എഴുന്നേൽക്കുക. ഇവിടെയാണ് നമ്മൾ ഈ ധൂർത്തപുത്രനിൽ നിന്നും പഠിക്കേണ്ടത്. നഷ്ടപ്പെട്ടു എന്ന് മനസ്സിലാക്കിയപ്പോൾ അവിടെ കിടന്ന് അവസാനിപ്പിക്കുകയല്ല ഈ ധൂർത്തപുത്രൻ ചെയ്യുക. അവനൊരു തീരുമാനമെടുക്കുകയാണ്. നമ്മുടെ ജീവിതത്തിൽ പറ്റുന്നത് നമുക്കറിയാം, പക്ഷെ ഒരു തീരുമാനമെടുക്കാനായിട്ട് നമുക്ക് സാധിക്കുന്നില്ല. ഈ ധൂർത്തപുത്രൻ നമുക്കൊരു മാതൃക തരികയാണ്. ഒരു തീരുമാനമെടുക്കുക. അറിവ് മാത്രം പോരാ, ഒരു തീരുമാനമെടുക്കുക. തീരുമാനമെടുത്താൽ മാത്രം പോരാ, ആ തീരുമാനം ചെയ്യുക. ഈ ധൂർത്തപുത്രൻ ആ ദേശത്ത് പിതാവിൽ നിന്നും അകലെയായിരിക്കുന്ന സമയത്ത് തന്നെ ധൂർത്തപുത്രൻ പറയുകയാണ്, ഞാൻ എൻ്റെ പിതാവിൻ്റെ അടുക്കിലേക്ക് തിരികെ പോകും. പിതാവിൻ്റെ മുമ്പിൽ ഞാൻ ഇങ്ങനെ പറയും, പിതാവേ, സ്വർഗത്തിനെതിരായും നിൻ്റെ മുമ്പിൽ ഞാൻ പാപം ചെയ്തു. നിൻ്റെ പുത്രൻ എന്ന് വിളിക്കപ്പെടാൻ ഞാൻ ഇനി യോഗ്യനല്ല. നിൻ്റെ ദാസരിൽ ഒരുവനായി എന്നെ സ്വീകരിക്കണമേ. അവനൊരു തീരുമാനമെടുത്തു. അതിനുശേഷം അവൻ എഴുന്നേൽക്കുകയാണ്. ആ പിതാവിൻ്റെ അടുക്കിലേക്ക് തിരിച്ചു ചെല്ലുകയാണ്. ചെന്നിട്ടും ഈ തീരുമാനമെടുത്തത് അവൻ പ്രവർത്തിക്കുകയാണ്. പിതാവ് അവനെ ആലിംഗനം ചെയ്തപ്പോൾ ഈ പുത്രൻ പറയുന്നുണ്ട്, പിതാവേ, ഞാൻ അങ്ങേക്കെതിരായി പാപം ചെയ്തു. സ്വർഗത്തിനെതിരായും അങ്ങേക്കെതിരായി ഞാൻ പാപം ചെയ്തു. അങ്ങയുടെ പുത്രൻ എന്ന് വിളിക്കപ്പെടാൻ ഇനി ഞാൻ യോഗ്യനല്ല. അങ്ങയുടെ ദാസരിൽ ഒരുവനായി എന്നെ നീ സ്വീകരിക്കണമേ. ഇതാണ് എൻ്റെ പ്രിയപ്പെട്ടവരെ നമുക്ക് പഠിക്കാനുള്ളത്. എന്ത് തെറ്റിലേക്ക് നമ്മൾ പോയാലും നമുക്കിനിയും അവസരങ്ങളുണ്ട്. പക്ഷേ നമുക്ക് സുബോധമുണ്ടാകണം. നമ്മൾ തീരുമാനങ്ങൾ എടുക്കണം. പലപ്പോഴും നമ്മൾ തീരുമാനങ്ങൾ എടുക്കും, പക്ഷെ ആ തീരുമാനങ്ങൾ പ്രാവർത്തികമാക്കില്ല. ഈ ധൂർത്തപുത്രൻ തീരുമാനമെടുത്തു, അവൻ പ്രാവർത്തികമാക്കുകയാണ്. ഈ പിതാവിൻ്റെ അടുക്കൽ ചെന്നിട്ട് എടുത്ത തീരുമാനം അവൻ പറയുകയാണ്. ഈ പിതാവിൽ നിന്ന് നഷ്ടപ്പെട്ടത് പുത്രസ്ഥാനമാണെങ്കിൽ ഈ മകൻ പിതാവിനോട് ചോദിക്കുന്നത്, നിൻ്റെ ദാസരിൽ ഒരുവനായെങ്കിലും എന്നെ സ്വീകരിക്കണമേ. പക്ഷെ പിതാവ് അവനെ സ്വീകരിക്കുന്ന ദാസനായിട്ടല്ല, മകനായിട്ട് തന്നെയാണ്. ഇതിൽ നിന്നും പിതാവായ ദൈവം നമ്മളോട് പറഞ്ഞു വയ്ക്കുക, കാണിച്ചു തരിക, എന്തൊക്കെ നഷ്ടപ്പെട്ടാലും തിരിച്ചു തന്നാൽ സ്വീകരിക്കാനായിട്ട് പിതാവുണ്ട്. നഷ്ടപ്പെട്ടതെല്ലാം തിരിച്ചു തരാനായിട്ടും പിതാവുണ്ട്. ഈ ഇളയ മകൻ്റെ ഈ മാതൃക നമ്മൾ സ്വീകരിക്കുക. പിതാവ് ഈ മകന് മോതിരം കൊടുക്കുന്നുണ്ട്. നമ്മുടെ കേരളത്തിന് പുറത്ത് എനിക്കറിയില്ല, കേരളത്തിൽ വിവാഹം ചെയ്യുമ്പോഴും വധുവിൻ്റെ പേരെഴുതിയ മോതിരം ഭർത്താവിൻ്റെ പേരെഴുതിയ മോതിരം വധുവിനും കൊടുക്കും. അതിൻ്റെ അർത്ഥം ഇന്നു മുതൽ നീ എൻ്റേതാണ്. പിതാവ് അവന് മോതിരം കൊടുക്കുകയാണ്. അതിൻ്റെ അർത്ഥം ഇനി മുതൽ നീ എൻ്റേതാണ്. നമുക്കറിയാം, ഈ ധൂർത്തപുത്രൻ്റെ ഉപമയുടെ ആദ്യത്തിൽ ഈ ഇളയ മകൻ പറയുന്നത്, പിതാവേ, എൻ്റെ ഓഹരി എനിക്ക് തരിക, എൻ്റെ ഓഹരി എനിക്ക് തരിക. ഇവിടെ പിതാവ് പറയുകയാണ്, ഈ മോതിരം അവന് കൊടുത്തിട്ട് അവൻ്റെ വിരലുകളിൽ അണിയിച്ചിട്ട് പറയുകയാണ്, നീ എൻ്റേതാണ്. നഷ്ടപ്പെടുത്തിയതൊന്നും കണക്ക് ചോദിക്കുന്നില്ല, നഷ്ടപ്പെടുത്തിയതൊന്നും ആവർത്തിച്ചു പറയുന്നുമില്ല. പിതാവ് അവനോട് പറയുന്നത്, നീ എൻ്റേതാണ്. അവന് പാദരക്ഷകൾ നൽകി, പുതിയ വസ്ത്രവും നൽകി. ഈ മകൻ ധൂർത്തപുത്രൻ തിരിച്ചു വന്നപ്പോൾ അവൻ പാദരക്ഷകൾ അണിഞ്ഞു. പാദരക്ഷകൾ അണിയുക എന്നത് നമുക്കറിയാം, ഓരോ വാക്കെടുത്ത് നോക്കുവാണെങ്കിൽ അതിന് അർത്ഥങ്ങളുണ്ട്. നമ്മൾ വീടുകളിൽ പ്രവേശിക്കുമ്പോൾ പാദരക്ഷകൾ ഊരി വെച്ചിട്ട് അകത്ത് കയറും, പുറത്തിറങ്ങുമ്പോൾ പാദരക്ഷകൾ ധരിക്കും. പാദരക്ഷകൾ ധരിക്കുക എന്നതിൻ്റെ അർത്ഥം എന്തോ എങ്ങോട്ടോ പോവുകയാണ്, എന്തോ ഒരു മൂമെൻറ്റിലേക്കാണ്. ഈ മകൻ പാദരക്ഷകളും അണിയുമ്പോൾ അവനൊരു പുതിയ ജീവിതം ആരംഭിക്കുകയാണ്. നഷ്ടപ്പെട്ടതിനെ ഓർത്ത് ഇരുന്ന് കരഞ്ഞ് ജീവിതം തീർക്കാതെ അവൻ
വീണ്ടും പാദരക്ഷകൾ അണിഞ്ഞ് പുതിയൊരു ജീവിതത്തിലേക്ക് അവൻ മുന്നേറുകയാണ്. ആഹ്ലാദിച്ച പിതാവ് പറയുന്നുണ്ട്, എൻ്റെ മകൻ മൃതനായിരുന്നു, അവനിതാ വീണ്ടും ജീവിക്കുന്നു. കൊഴുത്ത കാളക്കുട്ടിയെ കൊണ്ടുവന്ന് കൊല്ലുവിൻ, നമുക്ക് ഭക്ഷിച്ച് ആഹ്ലാദിക്കാം. ഈ മകൻ മൃതനായിരുന്നു, ജീവിക്കുന്നു. ഈ മകൻ വിചാരിച്ചിരിക്കുക ഈ പിതാവിൽ നിന്നും പോകുമ്പോഴാണ് അവൻ ഇനി ജീവിക്കാൻ പോകുന്നത്. പക്ഷെ പിതാവ് പറയുക, എൻ്റെ മകൻ മൃതനായിരുന്നു, എന്നാൽ ഇപ്പോൾ ഇവൻ ഇതാ ജീവിക്കുന്നു. നമ്മൾ ജീവിക്കുന്നു എന്ന് നമ്മൾ വിചാരിക്കുമ്പോൾ സത്യത്തിൽ നമ്മൾ മൃതരാണ്. പിതാവിൻ്റെ കൂടെ ആയിരിക്കുമ്പോഴാണ് നമ്മൾ സത്യത്തിൽ ജീവിക്കുക. ആ പിതാവുമായിട്ടുള്ളൊരു ബന്ധം നമുക്കുണ്ടെങ്കിൽ ഈ ലോകത്തിൻ്റെ എവിടെ പോയാലും നമ്മൾ ജീവിക്കും. ആ പിതാവിൽ നിന്നും ദൂരെ പോയാൽ നമുക്ക് വരുന്നതെല്ലാം നഷ്ടങ്ങളായിരിക്കും. ഈ ആദ്യമേ തന്നെ ഞാൻ പറഞ്ഞു, മൂത്ത മകൻ ആദാമിൻ്റെ കായൻ മൂത്ത മകൻ, അവൻ ആബേലിനെ വിളിച്ചുകൊണ്ട് വയലിലേക്ക് പോയി. അവർ താമസിച്ചിരുന്ന ഭവനത്തിൽ നിന്നും വയലിലേക്ക് ദൂരേക്ക് പോയി. ഈ ദൂരേക്ക് പോകുന്ന പിതാവിൻ്റെ പക്കൽ നിന്ന് ദൂരേക്ക് പോകുന്നത് എപ്പോഴും അപകടം നിറഞ്ഞ ഒരു വഴിയിലേക്കാണ്. നമുക്ക് ഈ ധൂർത്തപുത്രനിൽ നിന്നും മാതൃക സ്വീകരിക്കാം. ഈ ധൂർത്തപുത്രൻ കാണിച്ചു തന്ന ആ ഒരു ജീവിതം നമുക്കും സ്വീകരിക്കാം. എത്ര വലിയ പാപിയാണെങ്കിലും, എന്തുമാത്രം നമ്മൾ അകന്നു പോയാലും നമുക്ക് സുബോധമുണ്ടാകണം. നമ്മൾ തീരുമാനങ്ങൾ എടുക്കണം. ആ തീരുമാനങ്ങൾ എടുത്താൽ മാത്രം പോരാ, ആ തീരുമാനങ്ങളനുസരിച്ച് ചെയ്യണം. ആ തീരുമാനങ്ങൾ നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കണം. ആ പ്രാവർത്തികമാക്കുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിൽ പുതിയ ഒരു ജീവിതം ഉണ്ടാകുക. പലപ്പോഴും നമ്മൾ ജീവിക്കുന്ന അവസ്ഥ ശരിയല്ല എന്ന് നമുക്കറിയാം. അറിവിൽ മാത്രം നമ്മൾ ജീവിക്കുകയാണ്. അറിവിൽ മാത്രം ജീവിച്ചാൽ പോരാ, അറിവ് ഒരു പ്രവൃത്തിയിലേക്ക് നമ്മൾ കൊണ്ടുവരണം. ഇതാണ് ഈ ധൂർത്തപുത്രനിൽ നിന്നും, ഈ ധൂർത്തപുത്രൻ്റെ ആ മനോഭാവം നമ്മളിൽ പലരിലും ഉണ്ടായിരിക്കാം. ഈ ധൂർത്തപുത്രൻ്റെ ഈ സ്വഭാവം, അല്ലെങ്കിൽ ഈ ധൂർത്തപുത്രൻ എന്ന് പറയുന്നത് നമ്മൾ തന്നെയായിരിക്കും. നമ്മുടെ ജീവിതത്തിൽ അതുപോലത്തെ പല അവസരങ്ങളും പല തെറ്റുകളും നമ്മുടെ ജീവിതത്തിലും ഉണ്ടായിരിക്കാം. ഈ ധൂർത്തപുത്രൻ അത് ഞാനാണ്, അത് നീയാണ്. എങ്കിലും നമുക്ക് എഴുന്നേൽക്കാം. നമ്മുടെ അറിവ് എപ്പോഴും നമ്മൾ കൈകൊണ്ട് കാണിക്കുക. അറിവ് അത് തലയിലാണ് നമ്മൾ കാണിക്കുക. തലയിൽ കാണിച്ചിട്ട് അറിയാം നമുക്ക് അറിവുണ്ടെന്ന്. അറിവെപ്പോഴും നമ്മുടെ ബുദ്ധിയിലാണ്, നമ്മുടെ തലച്ചോറിലാണ്. ആ അറിവ് അവിടെ തന്നെ നിൽക്കാതെ അവിടെ നിന്ന് 16 സെൻറ്റിമീറ്റർ മാത്രം അകലമുള്ള നമ്മുടെ ഹൃദയത്തിലേക്ക് കിടക്കട്ടെ. തലയിലെടുക്കുന്ന തീരുമാനങ്ങൾ അധികം നടപ്പാവില്ല, പക്ഷെ ഹൃദയത്തിൽ വരുന്ന തീരുമാനങ്ങൾ അത് നടപ്പായിരിക്കും. ഈ ധൂർത്തപുത്രന് അവൻ തല കൊണ്ടറിഞ്ഞു, ഹൃദയം കൊണ്ട് പ്രവർത്തിച്ചു. നമുക്ക് കിട്ടുന്ന അറിവുകൾ തലയിൽ മാത്രമായിട്ട് ഒതുക്കി നിർത്താതെ ഹൃദയത്തിലേക്കും നമുക്ക് ഇറക്കി വിടാം. ആ ഹൃദയത്തിലേക്ക് വരുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിൽ മാറ്റങ്ങളുണ്ടാകുക. വചനം പരിശുദ്ധ അമ്മ ഹൃദയത്തിൽ സംഗ്രഹിച്ചു എന്നാണ് പറയുക, തലയിലല്ല. ഞാൻ തുടക്കത്തിൽ തന്നെ പറഞ്ഞിരുന്നു, ഈ ധൂർത്തപുത്രൻ്റെ ഉപമയെപ്പറ്റി പറയുമ്പോഴേക്കും നമുക്കിതൊക്കെ അറിയാം. നമ്മുടെ അറിവ് നമ്മുടെ തലയിലാണ് നിൽക്കുക, നമുക്കിതൊക്കെ അറിയാം. പക്ഷേ ഈ വചനം നമ്മൾ ഗ്രഹിക്കേണ്ടത് ഹൃദയത്തിലാണ്. നമ്മുടെ ഹൃദയത്തിലേക്ക് ഈ വചനം കൊണ്ടുവന്നാൽ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ വരും. ഹൃദയത്തിനാണ് മാറ്റം വരേണ്ടത്. മലയാളത്തിൽ വചനം പറയുക മാനസാന്തരം, മനസ്സിനൊരു മാറ്റം. മനസ്സെന്ന് പറയുമ്പോൾ നമ്മൾ തലയല്ല എപ്പോഴും കാണിക്കുക. മനസ്സെന്ന് പറയുമ്പോൾ നമ്മൾ ഇവിടെ കാണിക്കുക. അപ്പം നമ്മുടെ ഇവിടെയാണ് ഒരു മാറ്റം വരേണ്ടത്. അറിവ് ഹൃദയത്തിലേക്ക് കൊടുക്കുമ്പോഴാണ് മനസ്സിനൊരു മാറ്റം വരിക. അതാണ് മാനസാന്തരം. ഈ ധൂർത്തപുത്രൻ്റെ ഉപമയിൽ നമ്മൾ അതാണ് പറയുക,
ധൂർത്തപുത്രനൊരു മാനസാന്തരം വന്നു. നമ്മുടെ മനസ്സിനും ഒരു മാറ്റം വരണം. മനസ്സിന് മാറ്റം വരുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിൽ മാറ്റം വരിക. എന്താണ് മനസ്സ് പറയുക, അതാണ് നമ്മുടെ കൈകളും കാലുകളും പ്രവർത്തിക്കുക. അതുകൊണ്ട് നമുക്ക് ഈ വചനം നമ്മുടെ ഹൃദയത്തിൽ ഏറ്റെടുക്കാം, നമ്മുടെ മനസ്സിൽ ഒരു മാറ്റം വരുത്താം. അതിനു വേണ്ടിയിട്ട് നമുക്ക് ഈ വചനം മനസ്സിൽ ഗ്രഹിച്ച പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥ്യം നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധ അമ്മയോടൊപ്പം ഈ വചനങ്ങൾ നമ്മുടെ മനസ്സിലും സംഗ്രഹിച്ചുകൊണ്ട്, നമുക്കറിയാം പരിശുദ്ധ അമ്മ വചനം ശ്രവിച്ചപ്പോൾ, വചനം മനസ്സിൽ ഗ്രഹിച്ചപ്പോൾ, സംഗ്രഹിച്ചപ്പോൾ ഉടനെ യൂദായിലേക്ക് എലിസബത്തിനെ സഹായിക്കാനായിട്ട് ഒരു ആക്ഷനിലേക്ക് പോയി. ആക്ഷൻ എടുത്തു ഉടനെ തന്നെ. വചനം നമ്മുടെ ഹൃദയത്തിൽ സംഗ്രഹിക്കുകയാണെങ്കിൽ അതിൽ നിന്നും ഒരു പ്രവർത്തനം വരും, ഒരു ആക്ഷൻ വരും. ഈ ധൂർത്തപുത്രൻ്റെ ഉപമ, ധൂർത്തപുത്രൻ്റെ കഥ നമ്മളതാണ് പഠിപ്പിക്കുക. എടുക്കുന്ന തീരുമാനങ്ങൾക്ക് ഒരു ആക്ഷൻ ഉണ്ടാക്കുക, അങ്ങനെ ഒരു മാനസാന്തരം വരുത്തുക. അതുകൊണ്ട് നമുക്ക് തിരുവചനങ്ങൾ കേൾക്കുമ്പോൾ നമ്മുടെ അറിവിൽ മാത്രം നിർത്താതെ അതിനെ നമ്മുടെ ഹൃദയത്തിലേക്ക് സംഗ്രഹിച്ച് നമ്മുടെ ജീവിതത്തിന് ഒരു മാനസാന്തരം വരുത്താനായിട്ട് നമുക്ക് പരിശുദ്ധ അമ്മയോടൊപ്പം പ്രാർത്ഥിക്കാം. പരിശുദ്ധ അമ്മ സ്ലീഹന്മാരുടെ ഒപ്പമിരുന്ന് പ്രാർത്ഥിച്ചപ്പോൾ പരിശുദ്ധാത്മാവ് അവരിൽ വന്നു നിറഞ്ഞു. നമുക്കും ഈ സമയം പരിശുദ്ധ അമ്മയോടൊപ്പം പരിശുദ്ധാത്മാവിന് വേണ്ടി പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവ് വന്നു നിറഞ്ഞു കഴിയുമ്പോൾ ഈ വചനം നമ്മുടെ ജീവിതത്തിലും പ്രാവർത്തികമാകും, പ്രവൃത്തിപരമാകും. അതിനു വേണ്ടിയിട്ട് നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. ഈശോ മിശിഹായ്ക്കും സ്തുതിയായിരിക്കട്ടെ.